ഹലോ അസ്സാം വലൈക്കും. ഇതൊക്കെ എല്ലാവരും വിശേഷങ്ങളും സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് അൽഹംദുലില്ലാ. അപ്പം ഇന്നിപ്പോൾ എടുക്കുക കുട്ടീൻ്റെ കജ്ജും പിടിച്ച് എടുക്കുക വണ്ടി പാഞ്ഞ് പോകണമെന്നൊക്കെ ആവൂലേ. നമ്മൾ അയൽവാസിൻ്റെ വീട്ടിലേക്കാണ്. അയൽവാസി പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് പോകണം. നമ്മളെ വിളിച്ചതാണ് ഓള് ഒന്ന് വരി ചക്കയും മാങ്ങയൊക്കെ ഉണ്ട് കൊണ്ടുപോകാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോയി നോക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്നും പറയണ മാതിരി നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അങ്ങനെ ഇപ്പോൾ ഓളെ വീട്ടിലൊക്കെ എത്തി. ഓളെ വീട്ടിൽ ഇപ്പോൾ ഇതാ കുറേ പാത്രങ്ങളും ഇതൊക്കെ പുറത്ത് വെച്ച് കാണും. നിങ്ങളൊന്നും ബേജാറാകണ്ട. അപ്പോൾ മാങ്ങ അറുത്തപ്പോൾ ചട്ടിയും പാത്രമൊക്കെ ഓടിയോ വിചാരിച്ച് കാണും. ഓള് കുറച്ച് പുറത്തൊക്കെ എടുത്തച്ചതാണ്. ഓളെ അടുപ്പും വേദനയൊക്കെയാണ് കാണുന്നത്. ഓളും ഒരു വ്ളോഗർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓളെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ നെസി എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. എല്ലാവരും ഒന്ന് കഴിച്ചിലായി പോട്ടല്ലേ. അപ്പം മാങ്ങയൊക്കെ മൂച്ചയൊക്കെ കുറേ പേരൻ്റെ നെറൂലാണ് കേട്ടോ. കോണയൊക്കെ വെച്ച് കാണും. പുതിയാപ്പിള കുറേ അറുത്ത് കൂട്ടിയിരിക്കണ്. അപ്പോൾ ഓള് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾ വന്നാൽ കൊണ്ടുപോകുക ചക്കി മാങ്ങയൊക്കെ ഇട്ടച്ചേക്കണു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോയതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇല്ലാത്തവർക്ക് അത് വലിയ കാര്യം തന്നെയാണ്. ഇല്ല വെച്ചിട്ട് നമ്മളെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ചക്കി മാങ്ങയൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ടിപ്പോൾ നമ്മൾ വരാൻ പറയുമ്പോൾ നമ്മൾ പോയി കൊണ്ടുവരിക. നമുക്കൊരു ആവശ്യമാണ്. പിന്നെ എല്ലായിടത്തും ഉണ്ട്. ചക്കക്കും മാങ്ങക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അടുത്തൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ചക്കൻ്റെയും മാങ്ങൻ്റെയൊക്കെ കാലാണല്ലോ. അപ്പോൾ നല്ല ചക്കയാണ് കേട്ടോ. കാണാൻ ചെറിയ മുടച്ചക്ക ആണെങ്കിലും കൂടിയിട്ട് നല്ല ചക്കയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ പോയതാണ്. അപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ ഇതിൽ സഞ്ചിയിലാക്കി വെച്ചോളും കേട്ടോ. നമുക്ക് പോപ്പിച്ചാനും പറ്റും, അച്ചാറിടാനോ ഉപ്പിലിടാനോ ഒക്കത്തിനും പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് മാങ്ങ എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി കാണി തരികയാണ്. അപ്പം പിന്നെന്താ എന്നുമില്ല. ഇപ്പം നമ്മൾ പെരയിലെ ഹോസ്പിറ്റലും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പറയണൂല്ലേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ കേൾക്കണ വിഷമാണ്. പറയാൻ എനിക്കും തന്നെ ഒരു സങ്കടവും കാര്യമൊക്കെ ഉള്ള കാര്യമല്ലേ. അപ്പോൾ അത് വേണ്ട. പുറത്തൊക്കെ ഒന്ന് ഓൾ വിളിച്ചപ്പോൾ വേഗം പുറത്ത് പോയിക്കാണ്ട് ഇങ്ങനത്തെ ഓരോ പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് കുറേ സങ്കടങ്ങളൊക്കെ തീരുമല്ലോ വിചാരിച്ച്. അപ്പോൾ അതൊക്കെ എടുത്തുകൊടുന്നാൽ നമുക്ക് കുറേ പണികൾ അതിന്മേൽ തന്നെ ഉണ്ടല്ലോ. അരിഞ്ഞ് വെക്കാനും ഉണക്കാനും അങ്ങനത്തെ ഓരോ പണികളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അതാ ചക്ക ഇട്ടേച്ചോക്കണു. നല്ല ചെറിയ ചെറിയ മുടച്ചക്കളാണ്. എന്നാലും നല്ല വരിക്കച്ചക്ക ഇട്ടത്. പോപ്പിച്ചോറിൻ്റെ മോനാണെങ്കിൽ പോത്ത ചക്കക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചയും കൂട്ടാൻ വെച്ചൊന്നും പറ്റൂല. ഞങ്ങൾക്കൊക്കെ പിന്നെ കൂട്ടാൻ വെച്ച് കണ്ടൊക്കെ ഞങ്ങൾ കൂട്ടൽ. അപ്പോൾ അതൊരു 3-4 എടുത്ത് കാണ്ട് ഓള് അതും ചാക്കലിട്ട് കാണ്ട് തന്നേക്കണേ. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് കൊണ്ടുപോകുക നിങ്ങളെന്ന് ചോദിച്ചു എന്നോട്. സാധാരണ നമ്മൾ വണ്ടിയായിട്ടൊക്കെ അല്ലേ പോകൽ. എടുക്കും നമ്മൾ കുറേ കാലമായിട്ട്. ഇപ്പോൾ നമ്മൾ വരിയിൽ ഇപ്പോൾ ആരാൻ്റെ വണ്ടിയാണെങ്കിലും കൂടിയിട്ട് നമുക്ക് വണ്ടി ഡ്രൈവർ അവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സുഖമായിട്ട് പോയി പോരലുണ്ട്. ആ കാര്യത്തിന് ഒരു ബുദ്ധിമുട്ട് ചെയ്യുന്നു. വണ്ടി പൈസ വേറെയൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ഞങ്ങളിപ്പോൾ ഇത് കയറ്റി കൊണ്ടുപോകാറ്? തൊട്ടടുത്തല്ല, കുറച്ചാണ് പോകാനും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് രസമായിട്ടല്ലേ വീഡിയോ ഒക്കെ ചെയ്യണ്ടല്ലോ, രസമായിട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞുകാണ്ട് പോരാളെ ഒരുക്കാട്ടോ. അപ്പം ഇതൊക്കെ എൻ്റെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓള് ആ സഞ്ചി ഓളും പിടിച്ച് ഇവൻ്റെ കൈ ഒരാൾ പിടിച്ചും വേണം. ഓനാണ്ട് എത്തിയാൽ അപ്പം പോരാന്ന് വിളിച്ചും ചെയ്യും. അപ്പോൾ ഇറക്കമുള്ള ഒരു റോഡല്ലോ, അവനെ കൈ പിടിച്ചാൽ അതും പേടിയാണ്. അങ്ങനെ ഏറ്റിക്കാണ് ഇങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെന്താ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോരുകയാണ്. അപ്പം ഞാൻ എൻ്റെ പേരൻ്റെ അടുത്ത് കൂടിയാണ് ഇങ്ങനെ എൻ്റെ പേരും കഴിഞ്ഞിട്ട് എൻ്റെ സ്വന്തം പേരൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓളെ പേര. അപ്പോൾ പിന്നെ അതിലങ്ങനെ പോരുമ്പോൾ ഓൽക്കും കൊടുക്കുക, മാങ്ങ ഓൽക്കും കൊടുക്കുക. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, സ്കൂളൊക്കെ ഉണ്ടാകും. ഓർക്കുമ്പോഴത്തേന് ഉപ്പിലിട്ടതൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകാനൊക്കെ ഒരു ഇതല്ലേ കാര്യം വിചാരിച്ചാണ് ഓൽക്കും കൊടുക്കുക വിചാരിച്ചാണ് ഇങ്ങനെ പോരുകയാണ്. നടന്നിങ്ങനെ പോരുകയാണ്. അപ്പോൾ പേരൻ്റെ അടുക്ക് എത്തിയപ്പോഴത്തേന് പിന്നെന്താ ബാക്കിലായിട്ട് ഓളെ പുതിയാപ്പിള വരുന്നുണ്ട് കേട്ടോ. പുതിയാപ്പിളക്ക് ഞാൻ അങ്ങനെ ഏറ്റി കൊടുന്നപ്പോൾ ഓള് പറഞ്ഞത് ഇക്കാരോ പിന്നെ ഇങ്ങനെ ഏറ്റി കൊണ്ടരലൊന്നും ഇല്ലല്ലോ, ബൈക്കിലെത്തേ നോക്കി പിടിച്ച് പോരാന്നല്ലാതെ. അപ്പോൾ ഏറ്റി കൊണ്ടരണ്ട് കണ്ടപ്പോൾ ഒരു എന്തോ തോന്നിക്കണു. അപ്പോൾ പിന്നെ അവന് ബാക്കിലായിട്ട് മാങ്ങയൊക്കെ അറുത്ത് വന്നുകാണ്ട് കുഴങ്ങിക്കണു. അതിൽ പിന്നെ പോയി കുളിച്ചുകാണ്ട് വന്നേക്കണു. ബാക്കിൽ വന്ന് വണ്ടി എത്തിയപ്പോഴാട്ടോ ഞാൻ അറിയണത്. അപ്പോൾ ഓൻ പറഞ്ഞു എന്തെങ്കിലും വെച്ചാളി, ഞാൻ നിങ്ങളെ റൂട്ടൊക്കെ തിരിഞ്ഞോടുത്ത് അവിടെ വെച്ചോളാം. ചക്കയും മാങ്ങയൊക്കെ അവൻ്റെ വണ്ടിമൊക്കെ വെച്ചു കേട്ടോ. അതിൻ്റെ മുന്നേ ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം, അത് രസമല്ലേ, ഞങ്ങൾ എന്നൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കലൊന്നും ഇല്ലല്ലോ, രസമല്ലേ, നല്ലതല്ല, ഞാൻ കൊണ്ടുപോയി ചേരാൻ ഇറങ്ങാണ്ട് പോകാൻ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പം നമ്മളോർക്ക് തിരിയാൻ ചെറിയൊരു കട്ട് റോഡ് ഉണ്ട്, അവിടെ ഞാൻ കൊണ്ടുപോയി ഇറക്കി കോളാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യമായിട്ട് പോയി. അപ്പോൾ അതായി കൊട്ടവണ്ടി ഇതാ എൻ്റെ പരിക്ക് കണ്ടത് ഞാൻ പോണ സ്ഥലമാണ്. അപ്പം ഞാൻ അവിടുന്ന് 2 അതിന് എടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ അതിന് സ്കൂട്ടറിൽ വെച്ചുകൊണ്ട് അത് കൊണ്ടുപോയില്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പരിക്ക് കൊണ്ടുപോയി കുഞ്ഞു കുട്ടികളെ പറഞ്ഞേക്കേണ്ടി എന്നൊക്കെ പറഞ്ഞു ഓളോട് ഇട്ടാം. അതിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാടുണ്ട് ഓൾ നാത്തും വിളിച്ചു. അങ്ങോട്ടൊക്കെ എത്തിക്കൊണ്ടിട്ടാ മാങ്ങ ഞങ്ങൾ 2 പേർക്കാർക്കും എത്തിക്കൊണ്ടിട്ടോ കവറിലാക്കി കൊടുത്തയച്ചേക്കണു. അപ്പം ഇനി മാങ്ങ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓള് വിളിച്ചു. അങ്ങനെ നമ്മൾ പെരയിലൊക്കെ എത്തി, സാധനം പെരയിലെത്തി. ഇനിയിപ്പോൾ അത് പൊട്ടിയതും പൊട്ടാത്തൊക്കെ ഉണ്ട്, ഒക്കെ വേറെ തിരിച്ച് വെക്കണം. ഒക്കെ ഏതായാലും ഒക്കെ അരിഞ്ഞുണ്ടാക്കി വെയിലത്തിടാനുള്ള തന്നെയാണ്. കടമാങ്ങ പറഞ്ഞ ഒരു അച്ചാറൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഉണക്കി ഉണ്ടാക്കിയിട്ട്
അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ, കേട് വരൂലേ. അപ്പോൾ അച്ചാറുണ്ടാക്കി വെച്ചാൽ കേട് വരില്ല. അപ്പോൾ അത് ചക്ക തന്നെ ഇനി നാളേക്ക് പോക്കും വേണ്ട. അപ്പോൾ ചക്കച്ചോള പിന്നെ ഇരിഞ്ഞിക്കാണ്ട് ഫ്രിഡ്ജിലൊക്കെ പിന്നെ മൂളറിഞ്ഞുമ്പോൾ അതിൻ്റെ കുരു ഹോസ്റ്റലിൽ കൊണ്ടുപോകണം. ചക്കക്കുരു കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. തേങ്ങ അരച്ച കറി ആയാലും മുളകിട്ടതായാലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവിടുന്ന് ഇങ്ങനെ ഓരോരോ തേങ്ങ അരച്ച കറിയും അധികം ഇപ്പോഴത്തെ കർമ്മത്തി കറി അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാവും. വലിയ കുറേ ആൾക്കാർക്ക് അങ്ങനത്തെ കറിയല്ലേ നമ്മൾ വെക്കുക. അപ്പോൾ അതേക്കാരം അധികം ഉണ്ടാവുക. അപ്പോൾ ഇടയിലൊരു ചക്കക്കുരുവൊക്കെ കറിയിൽ നിന്ന് കിട്ടലുണ്ടായി. ഒട്ടും ഇടുന്നോ പഞ്ചത്തിൽ കിട്ടുന്നുണ്ടാണ്. അപ്പോൾ ഒറ്റക്ക് ചക്കക്കുരു കറി ഒറ്റക്ക് ഉണ്ടാക്കാനുള്ള ചക്കക്കുരു ഒറ്റ ഉണ്ടാവലുമില്ല. അപ്പോൾ ഞാൻ കൊണ്ടുപോയാലോ, ഞാൻ വാർഡനെ വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. വാർഡന് സ്ത്രീയാണ് കേട്ടോ. അപ്പോൾ വിളിച്ച് ചോദിച്ചു നോക്കട്ടെ, ചക്കക്കുരു കൊടുന്നാൽ കറി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു നോക്കട്ടെ ഒക്കെ പറഞ്ഞു. ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ അപ്പം തന്നെ എന്നാൽ ചക്ക പിന്നെ മുറിച്ചിക്കാണ്ട് അതിൻ്റെ ചോളയൊക്കെ എടുത്തുകാണ്ട് കുരുവൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ റെഡിയാക്കി തരാമാണ്. തൊലിച്ചാൽ നേരമില്ല, പോയി രാവിലെ തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ തലേന്ന് തൊലിച്ചും കൊടുക്കേനു, നല്ലോണം തൊലിച്ചുകാണ്ട് വരണ്ടിയൊക്കെ കൊടുക്കേനു. അപ്പോൾ പിന്നെ അതും ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ കൊടുന്ന് മുറിച്ച് നോക്കിയിട്ടാ. അപ്പോൾ കൊണ്ടുപോകാൻ അപ്പോൾ കുരുവൊക്കെ ഒരുക്കി കൊടുക്കണ്ട. മുറിച്ച് നോക്കിയപ്പോൾ നല്ല ചക്ക ഇട്ടാ. അങ്ങോട്ട് നോക്കണം, എല്ലാം മൂത്തും ചെയ്തേക്കണം. കാണാൻ ചെറുതാണെങ്കിലും കൂടിയിട്ട് നല്ല വരിക്കച്ചക്ക. പൊപ്പിച്ചാനും പൊരിച്ചാനും കൂട്ടാൻ വെക്കാനും എല്ലാത്തിനും പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. അപ്പം തന്നെ ചക്കയൊക്കെ ഇരിഞ്ഞേക്കാഞ്ഞാലേ പൊട്ടിക്കണേ, എകർത്തുനിന്ന് ഇടണല്ലേ. ചക്കി മാങ്ങയൊക്കെ നല്ല എകർത്തുനിന്ന് ഇടണോണ്ട് ചിലതൊക്കെ പൊട്ടിക്കണം കേട്ടോ. അപ്പം ഈ മാങ്ങയൊക്കെ പൊട്ടിയതും പൊട്ടാത്തൊക്കെ വേർതിരിച്ച് കാണും ഇങ്ങനെ വെക്കട്ടെ. നല്ല ചെനച്ച മാങ്ങിയിട്ടാ. നമുക്ക് പച്ച നാനും പറ്റും, വലിയ പുളിയില്ല. ചെനച്ച മാങ്ങ പോത്ത മാങ്ങനെക്കാട്ടി രസമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഞാൻ എപ്പോഴും കുട്ടികളായത് തന്നെ മുളമ്പൊടി ഇതൊക്കെ ഇട്ട് കാണുന്നു. ചെനച്ച മാങ്ങയ്ക്ക് അതൊന്നും വേണ്ട, എന്നാലും ഭയങ്കര രസമാണ്. എൻ്റെ മോനും നല്ലോണം തിന്നും, പച്ചമാങ്ങയും പച്ചച്ചക്കയും ഒക്കെ ഭയങ്കര കാര്യമാണ്. അപ്പം ഞാൻ ചക്കയും മാങ്ങയൊക്കെ വേർതിരിച്ച് വെച്ചുകാണ്ടേ ചക്കച്ചോള ഇരിഞ്ഞേക്കുക. മരുവിൻ്റെ വാങ്ങി കൊടുക്കാനായി തുടങ്ങിയിട്ടാ. മാങ്ങ അതേമാതിരി ഈ നേരത്തൊക്കെ എനിക്ക് പണി, ഞാൻ ഉള്ള പണി ഉണ്ടെങ്കിൽ ഈ നേരത്തൊക്കെയാണ് എടുക്കും. പാത്തക്കണ പരിപാടിയില്ല. നേരം വെളുത്ത ഇഷ്ടംപോലെ പണി ഉണ്ടാവുമല്ലോ. അപ്പം ഉമ്മ ഇതുവരെ പണിയും കൂടി എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് അതൊക്കെ എന്ത് മാങ്ങ നല്ലോണം കേക്കിക്കാണ്ട് തുടച്ചുകാണ്ട് ചെത്തിയേക്കുക, അരിഞ്ഞേക്കുക. ചക്കച്ചോള അതേമാതിരി ഇരിഞ്ഞേക്കുക. അങ്ങനെയൊക്കെയുള്ള ഓരോ പണികളൊക്കെ ചെയ്തു തരട്ടോ. അപ്പം ഇങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പണി ഉണ്ടെങ്കിലൊക്കെ അപ്പോൾ രാത്രി തന്നെ ചെയ്യൽ കേട്ടോ. പിന്നെ നമുക്ക് നേരം വെളുത്താലും ഒഴിവില്ല. ഒരു പണിയും കൂടി ഏറെ കിട്ടിയില്ലേ. കുഞ്ഞാണിനെ പിന്നെന്താ കുളിപ്പിച്ചണം, പിന്നെന്താ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ ഒന്നിനും ഒഴിവില്ല കേട്ടോ. ഓരോരുത്തരുടെ വരവും പോക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഒഴിവുമില്ല. അപ്പോൾ അതാണിപ്പോൾ നേരം വെളുക്കുമ്പോൾ തന്നെ ഇത് വെക്കാഞ്ഞത്. തിരുമ്പലും മടക്കി വെക്കലും എല്ലാം നമ്മൾ രാത്രിയിലാണ് അധികം പണി. നേരം 10-11 മണിയാവോളം, രാത്രി 11 മണിയാവോളം ഓരോരോ പണി തന്നെ ഇക്കാരം. മടക്കി വെക്കലും അതൊന്നും എടുത്തേക്കാനൊക്കെ പണി തന്നെയാണ്, ഒരു ഒഴിവില്ല. പിന്നെ അതുകൊണ്ടാണ് ഈ രാത്രിക്ക് കിട്ടിയപ്പോൾ തന്നെ അങ്ങനത്തെ ഓരോ പണികളൊക്കെ കഴിച്ചത്. നേരം വെളുത്താൽ നമുക്ക് ചായയും കടി ഉണ്ടാക്കുക, ചോറും കറി ഉണ്ടാക്കുക, അടിച്ചേരി തൊടുക്കുക, തിരുമ്പി കുളിക്കുക. അപ്പോൾ തന്നെ വൈകുന്നേരം പിന്നെ ചെറിയൊരു പൈതലും കൂടി ഉള്ളല്ലോ, അവൻ്റെ വൈദ്യുതി എടുക്കാനൊക്കെ തന്നെ നേരമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.